കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ്. അതുകൊണ്ട് ഞാൻ വായിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഈ സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. പ്രൈസ്. ജീവിതത്തിൽ വന്ന ഭയാനകമായ പ്രതിസന്ധികളുടെ നടുവിൽ നിലയില്ലാത്ത ഒരു അനുഭവങ്ങൾ വരുമ്പോൾ പലരുടെയും മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട്, അല്ലേറിയ എവിടെങ്കിലും പോയി ഒളിച്ചിരുന്നെങ്കിൽ, അല്ലെ എവിടെയും പോയി മരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ തോന്നാറുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് മരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് പറയുന്നത്, പ്രശ്നങ്ങൾ വന്നപ്പോൾ പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, അല്ലേറിയ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ താൻ മരിക്കാനല്ല, അല്പകാലത്തേക്കൊന്ന് മാറി നിന്ന് ഒന്ന് സ്വസ്ഥത പ്രാപിക്കാനുള്ള ഒരു ആഗ്രഹമാണ്. ജീവിതത്തിൽ പലവിധമായ പോരാട്ടങ്ങളും ദുഃഖകരമായ സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അല്ലേറിയ ഒരാശ്വാസത്തിന് വേണ്ടി ഹൃദയം ദാഹിക്കാറുണ്ട്. മനുഷ്യന്റെ ജീവിതം അത് തന്നെയാണ്. അല്ലേറിയ അപ്പം തിരമാലകൾ പോലെ ഒന്നിനു പുറകെ ഒന്നായി കഷ്ടങ്ങൾ കുടുംബത്തിലുണ്ടാകുമ്പോൾ, ചില കുടുംബത്തിലൊക്കെ അങ്ങനെയാ കേട്ടോ. ഹല്ലേലൂയ. ആശ്വാസത്തിനായിട്ട് സമാധാനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന വലിയ സമൂഹത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ആത്മജീവിത ശുശ്രൂഷയിൽ ഞാൻ അങ്ങനെ ഒത്തിരി ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. പ്രേക്ഷകരോ, ഒരു രാത്രിക്ക് ശേഷം പകലും, പകലിന് ശേഷം രാത്രിയും, ഒരു കുന്നിന് ശേഷം മറ്റൊരു താഴ്വരയും ഉണ്ടായിരിക്കുന്നത് പോലെ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് നന്മകളും തിന്മകളും അടങ്ങിയ, സുഖങ്ങളും ദുഃഖങ്ങളും അടങ്ങിയ, ലാഭങ്ങളും നഷ്ടങ്ങളും അടങ്ങിയ, നിരാശകളും പരിഹാസങ്ങളും അടങ്ങിയ, ഒറ്റപ്പെടുത്തലുകൾ, തള്ളപ്പെട്ട അനുഭവങ്ങൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്ന് മനുഷ്യന്റെ ജീവിതം പലപ്പോഴും തകർന്ന് തരിപ്പണമാകത്തക്ക നിലയിൽ നാം എത്തിയെന്ന് വന്നേക്കാം. ഈശ്വരോ, ഈ ഒരു അനുഭവത്തിലൂടെ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദും കടന്നുപോയി എന്നുള്ളത് ഈ വചനഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈശ്വരോ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ നിന്നെ നേരിടുമ്പോൾ നീ ഓടി ഒളിച്ച് നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയാതെ മരണം മതി എന്ന് പറഞ്ഞ് മരണത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി, അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി അല്പകാലത്തേക്കെങ്കിലും ഒരു സ്വസ്ഥത അനുഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നീ ദൈവത്തിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും. നിങ്ങളെല്ലാവരും പ്രശ്നമുള്ളവരാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആരോടെൻ്റെ പ്രശ്നങ്ങളൊന്ന് പറയും, ആരോടെൻ്റെ സങ്കടങ്ങളൊന്ന് പറയും, ആരെൻ്റെ വിഷയങ്ങളൊന്ന് കേൾക്കും. ഹല്ലേലൂയ. എനിക്കൊരു ആശ്വാസത്തിനായി ആരുണ്ട് എന്നൊക്കെ ഓർത്ത് വിലപിക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കില്ലേ? ഹല്ലേലൂയ. ജീവിതത്തിൽ മടുത്തുപോയ സാഹചര്യങ്ങളില്ലേ? ഹല്ലേലൂയ. എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു, മടുത്തു പാസ, ഇനി നിർത്തി, എനിക്കിനി ജീവിക്കണ്ട അല്ലേ എന്ന് പറയുന്ന സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, നീ മടുത്തു എന്നുള്ള ചിന്ത നിനക്ക് വരുമ്പോൾ നീ അവിടെ തുടങ്ങണം. അല്ലേ? മടുത്തു എന്ന് പിശാചിന്റെ ഹൃദയത്തിൽ പറയുമ്പോൾ അവിടെ നിന്ന് തുടങ്ങണമെങ്കിൽ നീ കർത്താവായ യേശു ക്രിസ്തുവിലാകണം. അല്ലേ? ക്രിസ്തുവിലായാൽ നീ അവിടെ നിന്നൊരു തുടക്കം, മടുത്തു എന്ന് പറയുന്ന സ്ഥാനത്തൊരു പുതിയ തുടക്കത്തെ തരാൻ യേശു കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അപ്പം ദാവീദിന് അപ്രകാരമുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഹല്ലേലൂയ. ദാവീദിന്റെ സ്വന്തം അമ്മാവൻ ഹല്ലേലൂയ ദാവീദിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ദാവീദിന്റെ ഭാര്യയായ മീകളിനെ വേറെ ഒരാൾക്ക് ഭാര്യയായി കൊടുത്തു. മരണത്തിനും ദാവീദ് ഒരടി ദൂരം മാത്രം എന്ന് പറയുന്ന വിധത്തിൽ
പലവിധമായ ചുറ്റുപാടുകൾ, ഹല്ലേലൂയ സ്തോത്രം, ഈ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായി. രക്തം ചെയ്യും. ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കും, മനസ്സിലാക്കാൻ കഴിയും. കൂരിരുൾ താഴ്വരിൽ കൂടി നടന്നു പോകുന്ന അനുഭവം, മരണനിഴലിൽ താഴ്വരിലൂടെ കടന്നു പോകുന്ന അനുഭവത്തെ തൻ്റെ ജീവിതത്തിൽ നേരിട്ട് കഴിഞ്ഞപ്പോഴും താൻ പോയി ഓടി ആത്മഹത്യ ചെയ്തില്ല കേട്ടോ. ഹല്ലേലൂയ, രക്തം ചെയ്യും. തൻ്റെ പിതാവിനെയും മാതാവിനെയും കാണുവാൻ കഴിയാതിരുന്ന, ഹല്ലേലൂയ, സഹോദരന്മാരുടെ സഹകരണം ലഭിക്കാതിരുന്ന സാഹചര്യത്തിലും താൻ അനുഭവിച്ച മാനസിക വേദന എത്ര ഭയാനകമായിരിക്കും അല്ലേ. നമ്മളൊക്കെ അങ്ങനത്തെ അനുഭവത്തിൽ കടന്നു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കേട്ടോ സഹോദരൻ. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിനക്ക് വരുമ്പോൾ അതിനു മുമ്പിൽ നീ താമടിയായി മാറാതെ ചെറിയ ചെറിയ പ്രശ്നത്തെ അതിനെ അതിജീവിക്കാൻ കഴിയണം. അവിടെയാണ് ജീവിതം വിജയകരമായി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇന്ന് പകൽ നിങ്ങൾ ഈ പ്രശ്നത്തിനകത്തൂടെ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, നിങ്ങൾ കേരളത്തിലാകട്ടെ, ഭാരതത്തിൻ്റെ ഏതെങ്കിലും സംസ്ഥാനത്തിനകത്താകട്ടെ, ലോക രാജ്യങ്ങൾ എവിടെയെങ്കിലും ആയിരിക്കട്ടെ, ജീവിതം തകർന്ന് തരിപ്പണമായി മുമ്പോട്ടുള്ള എല്ലാ ലക്ഷ്യവും നഷ്ടപ്പെട്ട് ഇനിയും എനിക്ക് ഉയർച്ചയിൽ ഒരു നന്മയിൽ ഒരു അനുഗ്രഹമില്ല എന്നും എൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് എന്നോർത്ത് ഭാരപ്പെടുന്ന ജീവിതത്തോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവി പ്രഭാതത്തിൽ പറയുന്ന ശക്തമായ ദൂത്, ഇല്ല, നീ തളർന്നിട്ടില്ല, നീ ക്ഷീണിച്ചിട്ടില്ല, നീ മടുത്തിട്ടില്ല, ജീവിതം അവസാനിച്ചിട്ടില്ല. നീ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഇതാ ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ പുതിയ ചില പ്രവർത്തികളെ ദൈവം അയക്കാൻ പോവുക. വിശ്വസിക്കാൻ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് പ്രഭാതത്തിൽ കണ്ണുനീരോടെ വേദനയോടെ ദുഃഖത്തോടെ സങ്കടത്തോടെ ഇരിക്കുന്ന ചില ജീവിതങ്ങളോട്, സാമ്പത്തികമായി കടക്കണിയിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ കുടുംബജീവിതം തകർന്ന, എല്ലാവരും വിടക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന, ആരുടെയും സഹായമില്ലാതെ, ആരുടെയും ഒരു ബന്ധങ്ങളില്ലാതെ നിരാശയിൽ മുതിർന്നു നിൽക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, യുവതി യുവാവി വരട്ടെ, നിന്റെ ജീവിതം നീ അങ്ങനെ ചിന്തിച്ച് തകർത്ത് കളയാതെ ക്രിസ്തുവിന് കൊടുക്കണം. ഹല്ലേലൂയ. അപ്പം എല്ലാവരുടെയും ദാവീദിന്റെ ജീവിതത്തിൽ പിതാവിനെയും മാതാവിനെയും കാണാൻ കഴിയുന്നില്ല, സഹോദരന്മായിട്ട് യാതൊരു സഹകരണമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദാവീദ് ഇപ്രകാരം പറഞ്ഞ്, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്വസിക്കുമായിരുന്നു. തൻ്റെ ചിന്ത എന്നാലും മരിക്കുവാനല്ല, ഒരു പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നു, ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി കടലിൽ ചാടിയും മാറ്റിൽ ചാടിയും പുഴയിൽ ചാടിയും തോട്ടിൽ ചാടിയും കുളത്തിൽ ചാടിയും കിണറ്റിൽ ചാടിയൊക്കെ മരിക്കുന്നവരും വിഷം കുടിച്ചും മറ്റ് വിവിധ തരങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നവരോട് പറയട്ടെ, ആത്മഹത്യ കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒന്നും നിനക്ക് നേടാൻ കഴിയില്ല. ആത്മഹത്യ എന്ന് പറയുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയത്തില്ല. നിന്റെ പ്രശ്നം പരിഹരിക്കുവാൻ നീ ശ്രമിക്കുമ്പോൾ, നീ ഇവിടെ ആത്മഹത്യ ചെയ്യുമ്പോൾ നിന്റെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോവുകയാണ്. നിത്യ നരകത്തിൽ, നരകക്കടലിൽ നീ എന്നേക്കുമായി നിന്റെ നിത്യത മുഴുവൻ ഭൂമിയിൽ അനുഭവിച്ചതിനേക്കാൾ എത്രയോ ക്രൂരമായ, നീചമായ, ഗൂഢമായ, ഒരു അതിരുമില്ലാത്ത കഷ്ടതയിലേക്കാണ് നീ ചെല്ലുന്നത്. നിനക്കറിയാമോ? നമ്മുടെ ഈ ശരീരം മാത്രമേ ഇവിടെ ഈ മണ്ണിനോട് ലയിച്ചു ചേരുന്നുള്ളൂ. നമ്മുടെ ഉള്ളിലെ ആത്മാവിന് ഒരിക്കലും മരണമില്ലാത്ത ആത്മാവ് നീ നശിപ്പിച്ചു കഴിയുമ്പോൾ, നിന്റെ ജീവനെ നശിപ്പിച്ചു കഴിയുമ്പോൾ നിനക്ക് തന്നെ നീ ഇരട്ടി നാശം വരുത്തി വെക്കുക. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കേട്ടോ. ദാവീദിന് വേണേ ആത്മഹത്യ ചെയ്യാമായിരുന്നല്ലോ, പക്ഷെ പുള്ളി ചെയ്തില്ലല്ലോ. ഹല്ലേലൂയ. ഇവിടെ ഈ ദൈവത്തെ ചരിത്ര പശ്ചാത്തലം ഈ 55-ാം സങ്കീർത്തനം, ഹല്ലേലൂയ സ്തോത്രം, അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിയായ അരിഷ്ടതയിൽ നെടുവീർപ്പെട്ട് കരയുന്ന ദാവീദിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. പൂർത്തിയില്ലാതെ ഞരക്കത്തക്കവണ്ണം ദിനത്തോറും നീതിമാൻ, ഹല്ലേലൂയ, നീതികേട് ചുമത്തപ്പെട്ടവനായും വല്ലാതെ ഉപദ്രവിക്കപ്പെട്ടവനായും ദാവീദ് തീർന്ന ഒരു വലിയ ചിത്രത്തെ അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, നീ എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ, എനിക്ക് ചെവി തന്ന് ഉത്തരമറിയണമേ. ശത്രുവിൻ്റെ ആരവം നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൂർത്തിയില്ലാതെ ഞരങ്ങുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഹല്ലേലൂയ, അവൻ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. ഇങ്ങനെ ദാവീദിന്റെ ജീവിതത്തിനകത്തെ കഷ്ടതകളുടെ അതികഠിനത താൻ വെളിപ്പെടുത്തിക്കൊണ്ടാണ് തനിക്കൊരു പ്രാവിൻ്റെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ,
അല്ലേലിയ, താൻ ആശ്വസിക്കുക അവിടെയും. അല്ലേലിയ. എന്താണ് ഈ 6-ാം വാക്യത്തിൽ പറയുന്നത്? അല്ലേലിയ, ഒരു പ്രാവിന്റെ ചിറകുണ്ടായി ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അല്ലേലിയ. അപ്പൊ ഇവിടെ നാം പറയുമ്പോൾ ദാവീദ് 6-ാം വാക്യത്തിൽ ആഗ്രഹിക്കുന്നത് പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും ഒളിച്ചോടുവാൻ പലരും ശ്രമിക്കാറുണ്ട്. ദാവീദ് പറഞ്ഞാൽ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് പലരും ഒളിച്ചോടാൻ ശ്രമിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, പ്രതിസന്ധികളുടെ നടുവിൽ ഒളിച്ചോടിയ നീ എവിടെ വരെ പോകും? ഒളിച്ചോട്ടം കണ്ട് നിനക്ക് എന്ത് നേടാൻ കഴിയും? ഞാൻ മുമ്പ് ആവർത്തിച്ചില്ലേ, കഴിഞ്ഞ ഈ 2025 തുടങ്ങി, 2026 തുടങ്ങി, ഇനി 2024-25 സംഭവം ഒന്ന് പരിശോധിച്ച് നോക്കി. ഞാൻ ഒരുപാട് വിഷയം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തുമാത്രം ആളുകൾ ആത്മഹത്യ ചെയ്തു. ഈ 2026 തുടങ്ങി ഈ 4 മാസമായിട്ട്, ഈ 4 മാസം എന്തുമാത്രം ആളുകളാണ് ആത്മഹത്യ ജീവൻ ഒടുക്കിക്കളഞ്ഞത് എന്ന് പറഞ്ഞാൽ, അല്ലൊരു സ്തോത്രം. അല്ലുയ്യ. പ്രതിസന്ധികൾ വരുമ്പോൾ അതിൻ്റെ നടുവിൽ ഓടിയൊളിക്കാനുള്ള ശ്രമം ദാവീദ് നടത്തുന്നത്. അല്ലൊരു അങ്ങനെ സ്തോത്രം. അങ്ങനെ പ്രതിസന്ധികൾ തന്നെ ഒളിച്ചോടാൻ പലരും ശ്രമിക്കുക. അങ്ങനെയുള്ള 4 തരം ആളുകളെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ചരിത്രം കൂട്ടി ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള 4 തരം ആളുകളെ ഇവിടെ കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തെ ആളാണ് ഈ യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ മനസ്സില്ലാതെ സാങ്കല്പിക ലോകത്തേക്ക് പലായനം ചെയ്യുവാൻ ശ്രമിക്കുന്നവർ. ലേലിയ. സാഹചര്യങ്ങളെ നേരിടാൻ കഴിയാതെ സാങ്കല്പികമായ ലോകത്തിലേക്ക് പലായനം ചെയ്യുക. സാഹചര്യങ്ങളെ നേരിടണമെന്നേ ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്, പോകുന്നുമുണ്ട്. പക്ഷേ പ്രതിസന്ധികളെ കണ്ട് ഒളിച്ചോടില്ല, അതിനെ നേരിടുക. അല്ലാതെ ജീവിതം തകർത്തിട്ട് സാങ്കല്പികമായി ഏതെങ്കിലും ലോകത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഈ പ്രഭാതത്തിലും ദൈവത്തിന്റെ വചനമായി നിങ്ങളുടെ മധ്യേ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, നമുക്ക് നമ്മുടെ പ്രശ്നം വലിയതാണ്. നമുക്ക് നമ്മുടെ പ്രശ്നം വലിയ ദൂരമുള്ളതാണ്, വലിയ ഉയരമുള്ളതാണ്, ആഴമുള്ളതാണ്. അല്ലെങ്കിൽ അത് വലിയ കനമുള്ളതാണ് നമ്മുടെ പ്രശ്നങ്ങൾ. പക്ഷേ നമ്മൾ മറ്റൊരാളുടെ വിഷയം കേൾക്കുമ്പോഴാണ്, മറ്റൊരാളെ പഠിക്കുമ്പോഴാണ്, മറ്റൊരാളിൽ കേൾക്കുമ്പോഴാണ് നമ്മളെക്കാൾ വലിയ പ്രശ്നങ്ങൾ അവരിങ്ങോട്ട് അവതരിപ്പിക്കുന്നത്. സ്തോത്രം. നമ്മൾ ഈ ഹോസ്പിറ്റലുകളൊക്കെ ഒന്ന് സന്ദർശിക്കുകയും രോഗികളൊക്കെ കിടക്കുന്ന വീടുകളിൽ ചെന്ന് അവരെയൊക്കെ ഒന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ചില സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രതിസന്ധികൾ നടിയിൽ ഓടി ഒളിച്ചതിന് ജീവിതത്തെ തകർത്തിട്ട് നീ സാങ്കല്പികമായി ഏതെങ്കിലും ലോകത്തിൽ ചെന്ന് വസിക്കാമെന്ന് ചിന്തിക്കരുത്. അങ്ങനെയുള്ള ചിന്തകൾ നിനക്ക് കൊണ്ടെത്തരുന്ന പിശാച. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ ആളുകളാണ് ഒന്നാമത്തെ ആളുകൾ യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ മനസ്സിലാത്തവർ. ഓടിപ്പോയി എവിടെയും സാങ്കല്പിക ലോകത്തിൽ നാം ജീവിക്കാവുന്നത്. രണ്ടാമത്തെ ആളുകൾ കഴിഞ്ഞകാല നേട്ടങ്ങളിൽ സംതൃപ്തി അടയാൻ ശ്രമിക്കുന്നവർ. രണ്ടാമത്തെ ആളുകൾ കഴിഞ്ഞകാല നേട്ടങ്ങളിൽ സംതൃപ്തി അടയാൻ ശ്രമിക്കുന്നവർ. ചിലരങ്ങനെ പ്രശ്നങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയതിനകത്തൊക്കെ സംതൃപ്തി അടഞ്ഞു, എനിക്ക് ഒന്നും പ്രശ്നമല്ല, എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല, അവരെങ്ങനെയോ ആകട്ടെ, അവരെന്തു ആകട്ടെ എന്നൊക്കെ ചിന്തിച്ച് സ്വയം സംതൃപ്തി അടയുന്നവരുണ്ട്. പ്രൈസ്. അങ്ങനെയുള്ളവർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില അവർക്ക് എന്ത് വന്നാൽ എനിക്കെന്താ, അവരെന്ത് വന്നാൽ എനിക്കെന്താ, അവളും അവിടെ കുടുംബം കൊണ്ട് അനുഭവിച്ചോളും, അവളും അവിടെ മക്കളും അനുഭവിച്ചോളും എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ. എനിക്കും എൻ്റെ മക്കൾക്കും ഒരു കുഴപ്പമില്ല, എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു കുഴപ്പമില്ല. പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനെക്കുറിച്ച് സംതൃപ്തി അടഞ്ഞ് ജീവിക്കുന്ന ഒരു തരം ആളുകൾ. അവർക്ക് ഒരുപക്ഷെ മനുഷ്യനെന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മറ്റൊരാളുടെ വേദന, മറ്റൊരാളുടെ സങ്കടങ്ങൾ, മറ്റൊരാളുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ അവരോടൊപ്പം ചേർന്ന് അവരുടെ സങ്കടത്തിൽ പങ്കുചേരുമ്പോഴാണ്, അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഒരാശ്വാസത്തിൻ്റെ വാക്കുകളെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളൊരു പുതിയ മനുഷ്യനുണ്ടാകും, നമുക്കൊരു മനുഷ്യനായി മാറാൻ കഴിയുന്നതും. ഹല്ലേലൂയ. ആമേൻ. പെരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടി എന്ന് പറഞ്ഞ പോലെ ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളത് കണ്ട് സന്തോഷിക്കരുത്. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നത്തോട് നാം ചേർന്ന് നിന്നിട്ട് എന്ത് ചെയ്യണം? ആ മനുഷ്യന് ആശ്വാസം കൊടുക്കണം. ഹല്ലേലൂയ. അപ്പം രണ്ടാമത്തെ കഴിഞ്ഞകാല ജീവിതത്തിൽ കഴിഞ്ഞകാല നേട്ടങ്ങളിൽ സംതൃപ്തി അടയാൻ ശ്രമിക്കുന്നവർ. മൂന്നാമത്തേത് എന്താണ്? പ്രശ്നങ്ങളെ നേരിടുമ്പോൾ അല്ലെങ്കിൽ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒളിച്ചോടുന്നവർ. മൂന്നാമത്തെ ആളുകൾ ചില പ്രശ്നങ്ങൾ വരും, ഓടിപ്പോയിട്ട് എന്ത് ചെയ്യും? മദ്യവും മയക്കുമരുന്നും. ഹല്ലേലൂയ.
ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലല്ലേ നിങ്ങൾ പോകുന്നത്? പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓടിപ്പോയി നിന്റെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് മദ്യം പിടിച്ചു കുടിച്ചു, മയക്കുമരുന്ന് അടിച്ചു. അതെല്ലാം താൽക്കാലികമല്ല. ഈ മദ്യത്തിന് നിന്റെ എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ നിർത്താൻ പറ്റുമോ? അതിൻ്റെ സമയപരിധി കഴിയുമ്പോൾ നീ വീണ്ടും ആ മദ്യലഹരിയിൽ നിന്ന് വിടുവിക്കപ്പെടും, മയക്കുമരുന്ന് ലഹരി വിടുവിക്കപ്പെടും. വീണ്ടും നീ പഴയതുപോലെ തന്നെയല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്ന് അടിമയായി നിന്റെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കരുത്. മദ്യം കുടിച്ചത് കൊണ്ട് ഒരിക്കലും നമുക്ക് വെളിവില്ല. ഞാൻ പണ്ട് തനിപ്പണിയൊക്കെ പൂപ്പണിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന കാലം, കൂലിപ്പണിയൊക്കെ ചെയ്ത് എല്ലാവിധ കൂലിപ്പണിയും ചെയ്തിട്ടുണ്ട്. എല്ലാവിധ കക്കൂസ് കുഴി, കുത്തുതൽ തൊട്ട് ആമേലയ്യ ഇന്നുകൊണ്ട് ചാണകം ചോട് തൊട്ട് സകല പണികളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുന്നതാണല്ലോ, എല്ലാം ജീവിക്കാൻ വേണ്ടി ഒരുപാട് പണി ചെയ്തിട്ടുണ്ട്. പ്രൈസലോ. അന്നും കഷ്ടത, ഇന്നും നമ്മുടെ കഷ്ടത മാറാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോൾ, ആരോടെങ്കിലും കടം വാങ്ങിയും അല്ലെങ്കിൽ കടയിൽ ചെന്ന് കടം പറഞ്ഞും എന്താ ചെയ്യുന്നത്, വല്ല കള്ളവും റാണ്ടിയോ പട്ടയോ അന്നത്തെ കാലത്ത് അതൊക്കെ മേടിച്ച് കുടിച്ച് അല്പസമയത്തേക്ക് സുബോധമൊക്കെ മാറിയും. ഇല്ലെങ്കിൽ അന്ന് ഈ മയക്കുമരുന്നൊക്കെ അല്ലാതെ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒളിച്ചോടാൻ ശ്രമിക്കുക. അതിൻ്റെ സമയം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയതുപോലെയാണ്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചിലർ അങ്ങനെയല്ലേ? അല്ലേരിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? മദ്യവും മയക്കുമരുന്നും കുടിച്ചിട്ട് നിന്റെ ജീവിതത്തെ തകർക്കുകയാണോ? കുടുംബത്തിനകത്ത് പ്രശ്നമുണ്ട്, ജീവിതത്തിനകത്ത് പ്രശ്നമുണ്ട്, കുടുംബ ജീവിതത്തിൽ പ്രശ്നമുണ്ട്, തലമുറയെ കൊണ്ട് പ്രശ്നമുണ്ട്, മാതാപിതാക്കളെ കൊണ്ട് പ്രശ്നമുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങളുണ്ട്, നിന്റെ സഹോദരന്മാരുടെയും നിനക്ക് പ്രശ്നമുണ്ട്, ബന്ധുമിത്രാദികൾ തമ്മിൽ നിനക്ക് പ്രശ്നമുണ്ട്, അമ്മായിയമ്മ മരുമോൾ തമ്മിൽ പ്രശ്നമുണ്ട്. അല്ലേരിയ കുടുംബത്തിനകത്തും കുടുംബത്തിന് പുറത്തും സഭയ്ക്കകത്തും നിനക്ക് പ്രശ്നമുണ്ട്. അല്ലേരിയ അങ്ങനെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ രക്തനിശ്ചയം മദ്യത്തിനും മയക്കുമരുന്ന് അടിമപ്പെട്ടു പോകാതെ സ്തോത്രം, ഏതു പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയുന്ന ഒരു യേശു കർത്താവ് നമുക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിന്റെ ജീവിതത്തെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പം എല്ലായിടത്തും പ്രശ്നമുണ്ട്. നമ്മൾ ഈ 133 സങ്കീർത്തനം വായിക്കുന്നത് പോലെയുള്ള കുടുംബങ്ങളെ കാണാൻ പറ്റത്തില്ല. എന്താണ് 133 സംഖ്യ 1 വാക്യം? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാകുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമി കാണാൻ പറ്റത്തില്ല. സങ്കീർത്തനക്കാരൻ്റെ ആഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹവും ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠത വചനം നമ്മോട് പറയുന്നതും ഒരു വീട്ടിൽ അപ്പനും അമ്മയ്ക്കും പണ്ടത്തൊക്കെ 7-8 മക്കളൊക്കെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ 1, 2, 3 അങ്ങനെ ഒരു സമയം മക്കളെ കൊണ്ട് നിറയപ്പെട്ട കുടുംബത്തിനകത്ത്, അപ്പനും അമ്മയും അടങ്ങിയ വലിയ കുടുംബത്തിനകത്ത് പിന്നെ അവിടെ വരുന്ന മരുമക്കളും എല്ലാം കൂടെ വലിയൊരു കൂട്ടുകുടുംബമായി മാറുമ്പോൾ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമനോഹരമല്ലേ? പക്ഷെ ഇന്നത്തെങ്കിലും കുടുംബങ്ങൾ അങ്ങനെയുണ്ടോ? ഇന്നത്തെ കുടുംബങ്ങൾക്കകത്ത് സ്വത്ത് തർക്കങ്ങൾ, അല്ലരിയ സ്വത്ത് തർക്കങ്ങളും സ്വത്ത് വിഷയങ്ങളും, സഹോദരൻ എങ്ങനെ ഇല്ലായ്മ, സഹോദരി എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, എങ്ങനെ മറ്റൊരാളെ ചൂഷണം ചെയ്യാം എന്നുള്ള പ്രവർത്തനങ്ങളല്ലേ, എന്നുള്ള രീതിയല്ലേ കുടുംബത്തിനകത്ത് പോലും. അതിലൊരാളല്ലേ നിങ്ങൾ? അങ്ങനെ ചില വിഷയങ്ങൾ നിങ്ങൾ നേരിടാറില്ലേ? അല്ലേരിയ എന്നെ കേൾക്കുന്ന പ്രശ്നികത, നമ്മുടെ ജീവിതത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകരുത്. അല്ലേരിയ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ദൈവത്തെങ്കിലും കൂടി വരണം. അല്ലേരിയ 4ാമത്തെ ആളെന്ന് പറയുന്നത്, 4ാമത്തെ കൂടി എന്ന് പറയുന്നത് എന്താണ്? ധീരതയോടെ പ്രശ്നങ്ങളെ നേരിടുവാൻ മനസ്സില്ലാതെ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്നവർ. അല്ലെ, നമ്മൾ ഏത് പ്രശ്നത്തെ ധീരതയോടെ നേരിടണം. ഏതു പ്രശ്നം വന്നാലും അതിനെ നമ്മൾ നേരിടണം. ചിലരങ്ങനെ കേട്ടോ, എന്തു പ്രശ്നം വന്നാലും അതിനെ നേരിടും. അല്ലെ, ധീരതയോടുകൂടി നേരിടും. അല്ല ഓടിപ്പോയി ആത്മഹത്യ ചെയ്യത്തില്ല. അല്ലേരിയ സ്തോത്രം. ആത്മഹത്യ ചെയ്യരുത്. അല്ലേരിയ പ്രൈസ്. നമ്മളെല്ലാ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. നമ്മളെല്ലാ പ്രശ്നത്തിലൂടെയും കടന്നു പോകും.
നമുക്കേ പ്രശ്നമുള്ളൂ. അല്ലേലിയ. ഒരു മൃഗത്തിന് പ്രശ്നമുണ്ടോ? നമുക്കറിയില്ല. പ്രശ്നം കാണും. അല്ലെങ്കിൽ കാട്ടിലെ മൃഗം പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. നാട്ടിലെ മൃഗം പ്രശ്നമുണ്ട്. എല്ലാ ജീവികൾക്കും പ്രശ്നമുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലെ പ്രശ്നങ്ങളെല്ലാം അതുങ്ങൾക്ക് പരസ്പരം സംസാരിച്ച് തീർക്കാൻ പറ്റാത്തത് കൊണ്ടും മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ അത് പറഞ്ഞു പരിഹരിക്കുവാനും അതിനൊരു ആശ്വാസം കണ്ടെത്തുവാനും നമുക്കൊരു ഉറവിടമുള്ളത് കൊണ്ടും നമ്മൾ ഏത് പ്രശ്നം ധീരതയോടെ നേരിടണം. കടക്കനി വന്നു, കടം കയറി, ബിസിനസ്സിലങ്ങ് തകർന്നു പോയി, ബിസിനസ് ഭയങ്കര കടമാകും. ഓടി ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കുടുംബമായി ആത്മഹത്യ ചെയ്യുക. ജീവിതത്തിൽ മക്കൾ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടതിൻ്റെ വീട്ടിൽ അപ്പനും അമ്മയും കഴിഞ്ഞ ചില ദിവസം മുമ്പ് ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടില്ലേ? അല്ലേറിയ. അങ്ങനെ ജീവിതത്തിൽ തളർത്തുന്ന അനവധി വിഷയങ്ങൾ ഉണ്ടാകാൻ ശ്രോതാവേ, ഈ ജീവനോട് ഇരിക്കുന്നോട് പറയട്ടെ, നിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ധീരതയോടെ നീ അതിനെ നേരിടണം. അല്ലാതെ നീ ഓടി ആത്മഹത്യ ചെയ്യരുത്. ചിലർ എനിക്ക് എൻ്റെ മക്കൾ പോയി, എൻ്റെ മോൻ പോയി, ഇനി ഞങ്ങൾക്കും ജീവിക്കണ്ട എന്ന് പറഞ്ഞ് അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ നിങ്ങൾ കഴിഞ്ഞ വായിച്ചില്ലേ? ലേരിയ. നമ്മൾ അങ്ങനെയൊന്നും ആകരുത്. ലേരിയ. പ്രശ്നങ്ങൾ നമുക്കുണ്ട്, നമ്മളതിനെ പരിഹരിക്കണം. ലേരിയ. ഏത് പ്രശ്നത്തെയും പരിഹരിക്കണം. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തെയൊക്കെ കൊണ്ടുപോകുന്നത്. ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ ഒരു മനസ്സെനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ മുമ്പോട്ട് പിടിച്ചു നിൽക്കുന്നത്. ഒത്തിരി പ്രശ്നങ്ങളെ നേരിടാറുണ്ട്. സ്തോത്രം. ലേരിയ. അപ്പം ഇവിടെ എന്താണ് 4 കൂട്ടം ആളുകളെ കുറിച്ച് ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് ഒളിച്ചോടി ഏതോ ഒരു സാങ്കല്പിക ലോകത്ത് വസിപ്പാൻ ആഗ്രഹിക്കുന്നവർ. അല്ലേരിയ. അല്ലേരിയ. രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ കാല നേട്ടങ്ങളിൽ സംതൃപ്തി അടയുന്നവർ. മൂന്നാമത്തെ കൂടി പ്രശ്നങ്ങളെ നേരിടുമ്പോൾ അല്ലേരിയ മദ്യത്തിലും മയക്കുമരുന്നിലേക്ക് പോകും. നാലാമത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ധീരതയോടെ നേരിടാതെ ആത്മഹത്യ ചെയ്യുന്നു. ഈ 4 കൂട്ടരുടെ നടുവിൽ നിങ്ങൾ ആരാ? നിങ്ങളുടെ മനസ്സിലെന്താ? നിങ്ങളുടെ ഹൃദയത്തിലെന്താ? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിഷയങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ നിങ്ങൾ യേശുവിനോട് പറഞ്ഞോ? അല്ലേരിയ. നിന്റെ പ്രശ്നങ്ങൾ നിനക്ക് തന്നെ താങ്ങുവാൻ കഴിയാതെ വരുമ്പോൾ, നിന്റെ പ്രശ്നങ്ങൾ നിനക്ക് തന്നെ പിടിച്ചു നിർത്താൻ കഴിയാതെ വരുമ്പോൾ നീ എന്ത് ചെയ്യണം? സംഗീതക്കാരൻ അവസാനം പറയുന്നൊരു സംഗീതം 55:22 എന്താ പറയുന്നത്? 55 സംഗീതം 22 നമ്മൾ വായിച്ചതിൻ്റെ ലാസ്റ്റ് ഭാഗം. ഇവിടെ പറയുന്നത് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. എന്നിട്ട് ഭാര്യയോടെ വെച്ച് അവൻ നിന്റെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഭാരങ്ങളെ നീ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. നിന്റെ ഭാരങ്ങളെ കർത്താവിൻ്റെ മേൽ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നിന്റെ ഭാരങ്ങളെ ചുമക്കും. മാനകുലത്തിൻ്റെ മുഴുവൻ പാപഭാരങ്ങൾ ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി 2026 വർഷങ്ങൾക്ക് മുമ്പ് യേശു നമുക്ക് വേണ്ടി പരമയാഗമായി മാറി നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി, നമ്മുടെ പാപത്തിന് ശുദ്ധീകരണം വരുത്തി, നാം മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിച്ച് നമ്മുടെ മരണത്തെ അവൻ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി അവൻ ആ കഷ്ടാനുഭവങ്ങൾ നേരിട്ട് അല്ലേ നമ്മുടെ യേശു നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുത്തത് കൊണ്ട് ഇന്ന് പകൽ ജീവിച്ചിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, പിതാവേ, നിന്റെ ഭാരങ്ങളെ യേശുവിൽ വെച്ച് കൊടുക്കണം. നിന്റെ ഭാരങ്ങൾ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നിന്നെ പുലർത്തും. അത് പറഞ്ഞ കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടോ. മനുഷ്യൻ പറഞ്ഞ വാക്കല്ല, ഇത് കർത്താവ് പറഞ്ഞ വാക്കാ. ഈ വാക്കുകൾക്ക് മാറ്റമില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടാകുന്നേ. ഇതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയണം. അല്ലേരിയ. അപ്പം ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കാൻ കാണുന്നുണ്ട്. അല്ലേരിയ. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ട ആളാണ് ദാനിയേൽ എന്ന് പറയുന്ന ആള്. ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നെങ്കിലും ബാബേൽ പ്രവാസ കാലഘട്ടത്തിൽ ദാനിയേലും തൻ്റെ കൂടെയുള്ള ശദ്രക് മേശക് അബേദ്നെഗോയൊക്കെ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടു. സമഭൂമി നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ, നെബൂഖദ്നേസറിന്റെ സ്വർണ്ണബിംബത്തെ, പ്രതിമയെ നമസ്കരിക്കാത്തത് കൊണ്ട് അതിൻ്റെ മുമ്പിൽ വീണ് കിടന്ന് അതിനുവേണ്ടി ആർത്തു വിളിക്കാഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു? എബ്രായ ബാലന്മാര് ശദ്രക് മേശക് അബേദ്നെഗോവിനെ എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടും അല്ലേരിയ അവരാ പ്രശ്നത്തെ ധീരതയോടെ നേരിട്ടവരാണ്. അവൻ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചുവാനും ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ സമഭൂമി നിർത്തിയിരിക്കുന്ന നെബൂഖദ്നേസറിന്റെ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല.
ഈശ്വരോ, അതെ, ഏത് പ്രശ്നം നേരിടണമെങ്കിൽ സംഭവിച്ചത് എന്താണ്? ഇരിയുന്ന തീച്ചുള്ളിലേക്ക് 3 പേരെ എറിഞ്ഞെങ്കിൽ 4-മനായി ഒരുവൻ തീച്ചുള്ളിയിൽ ഇറങ്ങിച്ചെന്നെങ്കിൽ, തീച്ചുള്ളിയിൽ വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാവേ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അതുപോലെ ബാബിലോണിൽ ദാനിയേൽ വരെ ഒരുപാട് ആക്രമണങ്ങൾ കടന്നു വന്നു. ദാനിയേലിന് സഹിക്കാൻ പറ്റാത്ത ആക്രമണങ്ങൾ. അത് മുഖാന്തരം തന്നെ എന്ത് ചെയ്തു? സിംഹത്തിന്റെ ഗുഹയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. സിംഹത്തിന്റെ ഗുഹയിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ടും ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി ആ വിഷയത്തെ ധീരതയോടെ നേരിട്ടത് കൊണ്ട് എന്ത് ചെയ്തു? ദൈവം തന്റെ ദൂതനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് അയച്ച് സിംഹത്തിന്റെ വായടച്ച് കളഞ്ഞു. അതേ സ്നേഹിത, ഇന്ന് പകൽ നിന്റെ പ്രശ്നത്തെ അതിനെ നേരിടുവാൻ നിനക്ക് കഴിയണം. ഏത് വിഷയത്തെ നേരിടുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദുഷ്ടന്മാരുടെ നാവുകൾ വാളുകളെക്കാൾ മൂർച്ചയേറിയതായിട്ട് നിനക്ക് നേരെ കടന്നു വരും. ദുഷ്ടന്മാരുടെ വാക്കുകൾ വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഹല്ലേലൂയ. അങ്ങനെ ചില വാക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുവായ്ത്തരിയുള്ള കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നത് പോലെ ചിലരുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുകഴിഞ്ഞാൽ ആ ഹൃദയത്തിന് മുറിവുണങ്ങാതിരിക്കും. പ്രൈസ്. അങ്ങനെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? ഞാൻ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ചില മുറിവുകളൊക്കെ എൻ്റെ ഉള്ളിൽ വന്നിട്ട്, അല്ലെങ്കിൽ അത് ഉണങ്ങാത്ത മുറിവായിട്ട് ഇന്നും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആ വിഷയത്തെ ധീരതയോടെ നേരിടുക. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലർ എഴുന്നേറ്റിട്ടുണ്ട്. ചില ആളുകളൊക്കെ എഴുന്നേറ്റ് എൻ്റെ കുടുംബത്തിനകത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചവരുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പോലും തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ദുഷ്ടശക്തികളുണ്ട്. പക്ഷെ ഞങ്ങളത് മനസ്സിലാക്കിയിട്ട് ആ വിഷയത്തെ ധീരതയോടെ ഞങ്ങൾ നേരിട്ടു. ഹല്ലേലൂയ. ധീരതയോടെ നേരിട്ടപ്പോൾ ഞങ്ങൾക്ക് അതിനെ ജയിക്കാൻ പറ്റി. ഹല്ലേലൂയ. നമ്മൾ ജയിക്കണം. പ്രൈസ്. നമ്മൾ ജയിക്കണം. ജയാളിയായൊരു യേശു നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് നമ്മൾ ജയത്തോടെ മുന്നോട്ട് പോകണം. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ വചനം കേൾക്കുന്ന ശ്രോതാവേ, നീ ഭാഗ്യവാനാണെന്ന് ചിന്തിക്കണം. അപ്പം നിങ്ങൾ പറയും, പാസ്റ്റർക്ക് അങ്ങനെയൊക്കെ പറയാം. അല്ല, അങ്ങനെയല്ല. നമ്മളങ്ങനെ ചിന്തിക്കണം. നമ്മൾ ഈ നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ തകർത്ത് കളയരുത്. നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മളെ ഉയരങ്ങളിലേക്ക് പറക്കാൻ നോക്കണം. ഉയരങ്ങളിലേക്ക് ഉയരാൻ നോക്കണം. കഴുകനെ പോലെ ചിറകടിച്ച് കയറുവാൻ നോക്കണം. പ്രൈസ് ലോകം. അങ്ങനെ വേദപുസ്തകത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ അതിനെ നേരിട്ടവനാണല്ലോ പഴയ നിയമമായി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി. യോസേപ്പിൻ്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്നേഹം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ സഹോദരന്മാർ തന്നെ അല്ലെങ്കിൽ ഇസ്മായിലിയർക്ക് വിറ്റു. അല്ലെങ്കിൽ പോത്തിഫറിന്റെ ഭവനത്തിൽ ചെന്നു. അവിടെയും പ്രശ്നങ്ങൾ, കാരാഗ്രഹത്തിലെത്തി. അങ്ങനെ താൻ നേരിട്ട നിരവധി പ്രശ്നങ്ങളുടെ നടുവിൽ യോസേഫ് എന്ന് പറയുന്ന വ്യക്തി ധീരതയോടെ അതിനെ നേരിട്ടുകൊണ്ട് താൻ ദൈവസനിൽ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നത്തേതിൽ എന്ത് ചെയ്തു? ആ യോസേഫ് മിസ്രയീമിന്റെ 2-മനായി വാണരുളി എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളെ ധീരതയോടെ നേരിടാൻ കഴിയണം. നിനക്ക് വേണ്ടി ജീവിക്കുന്നൊരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചൊരു ദൈവമുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് നിന്റെ ജീവിതം കർത്താവിന് വിട്ടുകൊടുക്കണം. പ്രൈസലോ. നമ്മുടെ ജീവിതം കർത്താവിന് വിട്ടുകൊടുക്കണം. അപ്പം ഇവിടെ നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എത്രയോ ആളുകളാണ് ജീവിതം അടുത്തിട്ട് കവിതാക്കളൊക്കെ അടക്കം ഇല്ല പ്രേമിച്ച് പ്രേമനിരാശ മുഖാന്തരം പ്രേമിച്ച് അവരുടെ കൂട്ടാളികൾ തമ്മിൽ പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ മാതാപിതാക്കളും കുടുംബക്കാരും സമ്മതിക്കാത്തതിൻ്റെ പേരിലും അവരെ പരസ്പരം സ്നേഹിച്ചിട്ട് അതിനിടയിൽ പ്രശ്നങ്ങളുണ്ടായി അതിനെ പരിഹരിക്കാൻ കഴിയാതെ എത്രയോ ആളുകളാണ് ഹോട്ടൽ മുറികൾ എടുത്തിട്ട് ഹോട്ടലിനകത്ത് അല്ലെങ്കിൽ ആത്മഹത്യ കുറിപ്പെഴുതി വെച്ചിട്ട് മരിച്ചിട്ടുള്ളത്. എത്രയോ ആളുകളാണ്. ഇന്നത്തെ യുവതിയുവക്കന്മാരുടെ പറയട്ടെ, കമിതാക്കളോട്, നീ വഞ്ചിക്കപ്പെടരുത്, നീ ചതിവിലകപ്പെടരുത്. നിന്നെ ചക്കരയും പാലും തേനുമെന്നൊക്കെ പറഞ്ഞ് തേനൂറുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് നിന്നെ വശീകരിച്ച് നിന്നെ ചതിവിലകപ്പെടുത്തിയിട്ട് നിന്നെ തകർക്കാൻ ഒളിഞ്ഞിരിക്കുന്ന ശത്രുസൈന്യമുണ്ട്. അതിനെ നീ തിരിച്ചറിയണം കേട്ടോ.
അല്ല, അങ്ങനെ നിന്നെ ചതിയിൽ അകപ്പെടുത്തിയിട്ട് നിന്നെയും കൊന്ന അവനും കൂടെ ചാകുന്ന അനവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരോട് നിന്റെ ജീവിതത്തെ നീ വളരെ സൂക്ഷ്മതയോടെ, വളരെ ഉത്തരവാദിത്വത്തോടെ വേണം നിന്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ. ചതിവിലകപ്പെടരുത്. അങ്ങനെ എത്രയോ ആളുകളാണെന്ന് പറയുമോ സ്വതം ആത്മഹത്യ ഹോട്ടലുകളിൽ റൂമെടുത്ത് അല്ലാതെയൊക്കെ മരിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ കടലലകൾ അലയടിച്ചുയരുന്നത് പോലെ, തിരമാലകൾ അലയടിച്ചുയരുന്നത് പോലെ നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ ഹൃദയത്തിനകത്ത് ആശ്വാസം കിട്ടാത്ത നിലയിലൂടെയുള്ള പ്രശ്നത്തെ നീ അഭിമുഖീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ തിരമാലകൾ അലയടിച്ചു വരുന്ന പോലെ ഹൃദയത്തിന് ആശ്വാസം കിട്ടാത്ത ചില പ്രശ്നങ്ങൾ തിരമാല പോലെ പൊങ്ങി വരും ജീവിതത്തിൽ. അല്ലേ? ശരിയല്ലേ? നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കണം കേട്ടോ. ഓടിപ്പോയി ആത്മഹത്യ ഒന്നും ചെയ്യരുത് കേട്ടോ. കർത്താവ് നിന്നോട് കൂടാ നിന്റെ എല്ലാ പ്രശ്നങ്ങളും. എനിക്കൊരു ഒത്തിരി ആളുകൾ വിദേശത്ത് പോയിട്ട് വിസ കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ട്, വിസ പുതുക്കി കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ട്, പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞിട്ടുണ്ട്, നാട്ടിലേക്ക് വരാൻ കഴിയാത്ത ഭാരപ്പെടുന്നവരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് ബിസിനസ് പരാജയപ്പെട്ടവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, നല്ല ജോലി കിട്ടാത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടും പലതവണ അതിനുവേണ്ടുന്ന ക്രമീകരണങ്ങളൊപ്പം നടത്തിയിട്ട് അതിനും കഴിയാതെ ഭാരപ്പെടുന്ന അനവധി ആളുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നത് ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ്. ദൈവം എല്ലാം പരിഹരിക്കുമെന്നേ. ദൈവം എല്ലാത്തിനും പരിഹരിക്കുക. നമ്മൾ ആ വിഷയം കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ച് കൊടുക്കണം. നമ്മുടെ ദൈവം നീതിമാനാ. ഹല്ലേലൂയ. അപ്പം നിന്റെ ഹൃദയത്തിനകത്ത് ആശ്വാസത്തിന് വേണ്ടി, ഹല്ലേലൂയ, നീ യേശു ക്രിസ്തുവിനെ ആശ്രയിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതം സന്തോഷകരമായി മാറും. അതുകൊണ്ടാണ് 68-ാം സംഗീതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്ന 68-ാം സംഗീതത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തൊഴുത്തുകളിടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും അതിന്റെ തൂവലുകൾ പൈപ്പന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു നിങ്ങളെന്ന് ഇവിടെ ഈ 68-ാം സംഗീതത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാൽ തൊഴുത്തുകളിടയിൽ പാർക്കുന്ന ഇസഹാക്കാരനെ പറ്റിയും ഹല്ലേലൂയ ഇവിടെ കാണാൻ കഴിയും. എന്ന നിഷ്കളങ്ക ജീവിയായ പ്രാവിനോട് ദൈവമക്കളെ വളരെ ഉപമിക്കുകയാണ്. വെള്ളിയാൽ നിർമ്മിതമായ പ്രാവിന്റെ ചിറകുകൾ ക്രിസ്തുവിന്റെ യാഗം പോലെയുള്ള വീണ്ടെടുപ്പിനെയും പൊൻനിറമുള്ള തൂവലുകൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മഹത്വത്തെയും ചൂണ്ടിക്കാണിക്കുന്നു. തൊഴുത്തുകളിടയിൽ ഇടയിൽ അശുദ്ധിയുടെ സ്ഥാനത്ത് വിശുദ്ധിയും, താഴ്ചയുടെ സ്ഥാനത്ത് ഉയർച്ചയും, വൈരൂപ്യത്തിന്റെ സ്ഥാനത്ത് സൗന്ദര്യം ഇവിടെ പ്രകടമാക്കുന്നു എന്നാണ് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ നാം ചിന്തിക്കുമ്പോൾ തൊഴുത്തുകളുടെ കിടക്കുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ്. അല്ലേ? തൊഴുത്തുകളുടെ കിടക്കുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ്. അതിൻ്റെ ആ ചരിത്രഭാഗം കൂടെ ഞാൻ പറഞ്ഞു കേട്ടു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ എത്തിയെന്ന് വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എത്തുമ്പോഴും അവിടെയും നമ്മൾ ജയാളിയായി മാറണം. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ വചനം കേൾക്കുമ്പോൾ നീ ജയിക്കണം. നീ ആത്മഹത്യക്ക് തയ്യാറായിരിക്കുവാണോ? അത് നീക്കിക്കള. ആത്മഹത്യ ചെയ്യാൻ നീ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ട് പ്രഭാതത്തിൽ നിന്റെ മരണവാർത്ത മറ്റുള്ളവരെ കേൾപ്പിക്കാൻ നീ ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ, നീയും നിന്റെ മക്കളെയും തകർത്ത് ഭർത്താവിനെ നീയും കൂടെ തകർക്കാൻ, എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ഭാര്യ മക്കളെ നീ കൂടെ തകരാൻ നോക്കിയിരിക്കുകയാണോ? ഇതുപോലെ നിന്റെ വിഷയത്തെ നീ കർത്താവിന് വിട്ടുകൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിഷയത്തെ നീ യേശുവിനെ ഏൽപ്പിക്കുക. യേശു എല്ലാ വിഷയങ്ങളും പരിഹരിക്കും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പലരും യേശുവിലേക്ക് വരത്തില്ല. നമ്മൾ സ്വയം തീരുമാനമെടുക്കുക. നമ്മൾ സ്വയം തീരുമാനമെടുക്കുന്നു. നമ്മൾ തന്നെ നമ്മുടെ കേസ് വാദിക്കുന്നു. നമ്മൾ തന്നെ നമ്മുടെ കേസ് വിധിക്കുന്നു. അതിൻ്റെ അവസാനം മരണവിധിയായിരിക്കും. ഹല്ലേലൂയ. അങ്ങനല്ലേ? നമ്മൾ തന്നെ നമ്മുടെ വിഷയങ്ങൾ വിധിച്ച്, ഹല്ലേലൂയ, നമ്മൾ തന്നെ വാദിക്കുന്നു, വിധിക്കുന്നു, നമ്മൾ തന്നെ വിധി പറയുന്നു. അതൊരു മരണവിധി. അത് മാറ്റണം കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് മുകളിൽ ഒരുവനുണ്ട്. നിന്നെ എന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന, എൻ്റെ നിന്റെ സങ്കടങ്ങൾ അറിയുന്ന, എൻ്റെ നിന്റെ വേദനകൾ അറിയുന്ന, എൻ്റെ നിന്റെ ദുഃഖങ്ങൾ അറിയുന്ന ഒരുവനുണ്ട്. അവൻ നമുക്ക് ഗീതയുണ്ട്, ഉയരങ്ങളിലുണ്ട്.
അവൻ നമ്മെ വിടിവിക്കുക തന്നെ ചെയ്യും. പരീക്ഷകളുടെ പോക്കുവഴി കൂടെ തരുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുക എന്ന് പറയുന്നത് വലിയ പരിതാപകരമാണ്. ആ അനുഭവത്തിലൂടെ സങ്കീർണക്കാരൻ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ അങ്ങനെ ചില പരിശോധനകൾ കടന്നു പോകുന്നേ. അങ്ങനെ ചില പരിശോധനകൾ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ചിന്തിക്കണം. പ്രാവിലുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. പ്രാവിലുള്ളതുപോലെ ചിറക് ദാവീദിന് ലഭിച്ചോ? അല്ലെങ്കിൽ അത് ലഭിച്ചു. അല്ലെങ്കിൽ ദാവീദ് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സ്തോത്രം സാക്ഷിയായി ഇപ്രകാരം എഴുതുകയാണ്. ദാവീദിന് ചിറക് ലഭിച്ചു. സ്തോത്രം. അത് ആത്മീയമായി നമ്മൾ കാണണം. ആത്മീയമായി കണ്ടു കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്തു? തനിക്ക് ആത്മീയ ചിറക് ലഭിച്ച ഒരു പ്രാവിനെ പോലെ താൻ ആ പ്രശ്നത്തിൽ ധീരതയോടെ നേരിട്ട് അതിനെ ജയിച്ചു. അല്ലെങ്കിൽ അത് കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജിതരല്ല. കർത്താവ് നിന്റെ കൂടെയുണ്ടെങ്കിൽ നീ പരാജയപ്പെട്ടവനല്ല, പരാജിതരെയല്ല. നീ പരാജയം എന്ന് പറഞ്ഞതിൻ്റെ ജീവിതത്തിലേ വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവാണ് വലുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവത്തിന് വന്നി ഈ പ്രാവിന്റെ ചിറകുകൾ എന്നാൽ എന്താണ്? പരിശുദ്ധാത്മാവ് മൂലം നിങ്ങൾക്ക് ലഭിക്കുന്ന ആശ്വാസം. ഹല്ലേലൂയ. പ്രാവിന്റെ ചിറക് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കുന്ന ആശ്വാസം. നിങ്ങളുടെ ഹൃദയം വ്യാകുലപ്പെടുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരണം. നിങ്ങളുടെ ഹൃദയം വ്യാകുലപ്പെടുമ്പോൾ, ദുഃഖിക്കുമ്പോൾ, നിരാശപ്പെടുമ്പോൾ, കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന് നിങ്ങൾ മൗനമായി അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ അകത്തളങ്ങളിലെ വിഷയങ്ങളെ മാറ്റി നിന്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തെ മുറിവുകളെ നീക്കിയിട്ട് ദൈവശബ്ദം, ദൈവം നിന്റെ കാതുകളിൽ കൂടെ നിന്റെ ആത്മാവ് കേൾക്കത്തക്ക പോലെ ദൈവം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. രക്തം ചെയ്യാം. ദൈവം നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരും കേട്ടോ. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ദൈവത്തിന് മാറി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആ കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തിയ കർത്താവ് തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസ സമാധാനം തരും. കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശിഷ്യന്മാര് അല്ലെങ്കിൽ പടകിൽ യാത്ര ചെയ്യുക. യേശു പടകിന്റെ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. കടലിൽ വലിയ കാറ്റും കോളും ഉണ്ടായി. പടക് മൂങ്ങുമാറായി. ശിഷ്യന്മാർ ഭാരപ്പെട്ടു നിലവിളിച്ചു, നാഥാ, ഞങ്ങൾ നശിക്കുന്ന വിചാരമല്ലയോ? നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 4:35 വായിച്ചാൽ യേശുവിനെ കാറ്റിനെയും കടലിനെയും ശാസിച്ച് രണ്ടും അമർന്നോ. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ കാറ്റും കോളും ആഞ്ഞടിക്കും. കാറ്റിനെയും കടലിനെയും ശാസിച്ച് അമർത്തിയ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ ശ്രോതാവേ, നീ നേരിടുന്ന ഏത് പ്രതിസന്ധിയായിരുന്നാലും. ഹല്ലേലൂയ. ഇന്നത്തെ വിഷയം ഏറ്റവും കുടുംബപരമായ വിഷയം, ഏറ്റവും വലിയ വിഷയം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബപരമായി. പിന്നെ ഒരുപാട് ആൾ ഈ ക്രിമിനൽ കേസുകളിൽ ആവശ്യമില്ലാത്ത വയ്യാവിരിക്കെല്ലാം തലവെച്ച് കൊടുത്തിട്ട് പ്രശ്നം നേരിടുന്നവരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പലരും കഷ്ടതയിലാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ നിന്റെ ഹൃദയത്തിൽ ആശ്വാസം, സമാധാനം ദൈവത്തിനും. നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറയണം. നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ, അകത്തെ മനുഷ്യൻ. പുറമേയുള്ള ജഡം അല്ലെങ്കിൽ ബലഹീനമാണെങ്കിലും അകത്തേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ബലം പ്രാപിക്കണം. പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. എൻ്റെ ഏരിയ. അപ്പം നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കണം. അങ്ങനെ അകത്തെ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആശ്വാസവും സമാധാനവും പ്രാപിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ പുതിയ ശക്തി ലഭിച്ച് കഴുകനെ പോലെ ചിറകടിച്ചു ഉയരും. യെശയ്യാവിൻ്റെ 40:31 വായിച്ചാൽ കാണാൻ കഴിയും. യഹോവയെ കാത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഹല്ലേലൂയ. അത് നിന്റെ ജീവിതം ഹല്ലേലൂയ. നീ കർത്താവിന് വിട്ടുകൊടുക്കണം. നമ്മുടെ ജീവിതം കർത്താവിന് വിട്ടുകൊടുക്കണം. അല്ലെങ്കിൽ കർത്താവാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏക ആശ്രയം. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40:31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിന്റെ ഏത് പ്രശ്നത്തെ ദൈവം മാറ്റിത്തരും കേട്ടോ. നിന്റെ ഏത് പ്രശ്നം മാറ്റിത്തരും, ഏത് പ്രതിസന്ധിയെ മാറ്റിത്തരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകരം എന്നോട് പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണിൽ ചില അത്ഭുതം കാണും.
പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലും ലോക രാജ്യങ്ങളും ജാതി മതം വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന ശൈശവത്തിലും ബാല്യ കൗമാരി യൗവനത്തിലും വാർത്തതിരാനും വൃത്തരും അശനയാചോട്ടന ചോളരും തടവറയിലായിരിക്കുന്ന നിരവധി ആളുകൾ കർത്താവ് കുടുംബ ജീവിതത്തിലും ബിസിനസ്സും ജോലിയിലും കർത്താവ് ശാരീരികമായി മാനസികമായി വിവിധ നിലകളിൽ കഷ്ടം സഹിച്ച് നൊമ്പരപ്പെടുന്ന അനവധി ആളുകൾ കർത്താവ് ബിസിനസ്സിൽ തകർന്ന് ജോലി നഷ്ടപ്പെട്ട് കർത്താവ് കൃഷിയിലും മാമേലിയും മറ്റു അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും തകർന്ന ജീവിതം തന്നെ മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന അനവധി ആളുകൾ, നിരവധി ആളുകൾ വിവിധ ക്രിമിനൽ കേസുകൾക്കകത്ത് അകപ്പെട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ മാതാപിതാക്കൾ, സഹോദരങ്ങളടക്കം കർത്താവ് വിഷയങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കണമേ, അവർക്കൊരു ആശ്വാസം കൊടുക്കണമേ. ആശ്വാസദായകനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം സകല ജനത്തിലും വന്ന് അവിടെ വിഷയങ്ങൾക്ക് നടുവിൽ മക്കൾ അത്ഭുതം ചെയ്യണം കർത്താവേ. കേരളത്തിലും ഭാര്യ വിദേശ രാജ്യങ്ങളായിരിക്കുന്ന ദൈവമക്കളെ ദൈവദാസദാസോ സുവിശേഷ മുഖാന്തരം കഷ്ടം സഹിക്കുന്ന, വേദനിക്കപ്പെടുന്ന, നൊമ്പരം അനുഭവിക്കുന്ന, പീഡകൾ അനുഭവിക്കുന്ന, മരണത്തിന് വരെ വിധേയമാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, സുവിശേഷ മുഖാന്തരം ജയിലടയ്ക്കപ്പെട്ടവർ, കള്ളക്കേസിലകപ്പെട്ടവർ, കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവരും ആശ്വാസം കൊടുക്കണമേ. യേശു കർത്താവിന്റെ വിടിയേറും നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.